പരിസ്ഥിതിയിൽ ഒരു പ്രത്യേക ജീവിവർഗത്തിൻ്റെ വംശനാശം അതുമായി ബന്ധപ്പെട്ട മറ്റ് സസ്യങ്ങളുടെയോ ജന്തുജാലങ്ങളുടെയോ നാശത്തിന് കാരണമാകുന്ന അവസ്ഥയാണ് സഹവംശനാശം, കോ-എക്സ്റ്റിങ്ക്ഷൻ. ഇൻസിറ്റു കൺസർവേഷൻ്റെ മറ്റൊരു പേരാണ് തൽസ്ഥല സംരക്ഷണം. ജൈവവൈവിധ്യ ശോഷണത്തിൻ്റെ സുപ്രധാനമായ കാരണം ആവാസവ്യവസ്ഥയുടെ നാശമാണ്. ഏഷ്യൻ കാട്ടുകഴുത സങ്കേതം സ്ഥിതിചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്, റാൻ ഓഫ് കച്ച്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതിചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ. ലോകത്തിൽ പ്രധാനപ്പെട്ട ആവാസവ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശം ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകൾക്ക് ഉദാഹരണം നീലഗിരി, അഗസ്ത്യമല. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവിസമൂഹങ്ങളും അവയുടെ ആവാസവ്യവസ്ഥകളും ചേർന്നതാണ് ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. ജൈവവൈവിധ്യ ശോഷണത്തിൻ്റെ പ്രധാന കാരണം ആവാസവ്യവസ്ഥ നശിപ്പിക്കൽ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്ന മേഖലകളാണ് ആമസോൺ മഴക്കാടുകൾ. ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ജീവികളുടെ വംശവൈവിധ്യം കൂടി വരുന്നു. ഒരു ജീവിവർഗം ഒരു പ്രത്യേക സ്ഥലത്തു മാത്രം കാണപ്പെടുകയും മറ്റൊരിടത്തും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തദ്ദേശീയത. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി. റോസൻ. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാട്. ജൈവവൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം 2011-2020. ഒരു പ്രത്യേക പ്രദേശത്തോ പരിസ്ഥിതി വ്യവസ്ഥയിലോ ഉള്ള ജീവികളുടെ വൈവിധ്യമാണ് ആൽഫാ വൈവിധ്യം. അടുത്തടുത്ത രണ്ട് ആവാസ വ്യവസ്ഥകൾക്കിടയിലുള്ള സ്പീഷീസ് വൈവിധ്യമാണ് ബീറ്റാ വൈവിധ്യം. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലകളാണ് ഹോട്ട്സ്പോട്ടുകൾ. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്ക്. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകൾ. ജീവജാലങ്ങളുടെ സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ. ഗിർ വനം സ്ഥിതിചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗിർ വനം ഏത് മൃഗത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏഷ്യൻ സിംഹം. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ബഹിർസ്ഥല സംരക്ഷണത്തിൻ്റെ മറ്റൊരു പേര് എക്സിറ്റു കൺസർവേഷൻ. ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം എന്നിവ ഏതുതരം സംരക്ഷണ രീതിയിൽ ഉൾപ്പെടുന്നു? ഇൻസിറ്റു കൺസർവേഷൻ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. സുവോളജിക്കൽ പാർക്ക്, സസ്യോദ്യാനം, ജീൻ ബാങ്ക് തുടങ്ങിയവ ഏതുതരം സംരക്ഷണ രീതിയിൽപ്പെടുന്നു? ബഹിർസ്ഥല സംരക്ഷണം. ജനിതക വൈവിധ്യം, ആവാസവ്യവസ്ഥാ വൈവിധ്യം, സ്പീഷീസ് വൈവിധ്യം എന്നിവ ജൈവവൈവിധ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെടുന്നു. ഇരവികുളം, പാമ്പാടുംചോല എന്നിവ ജൈവവൈവിധ്യ സംരക്ഷണത്തിൻ്റെ ദേശീയോദ്യാനം ആണ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം യെല്ലോസ്റ്റോൺ ദേശീയോദ്യാനം. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അന്തർദേശീയ സംഘടനയാണ് IUCN. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന ആശയം വികസിപ്പിച്ചത് നോർമൻ മിയേഴ്സ്. വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവജാലങ്ങളുടെ വിത്തുകൾ, ബീജങ്ങൾ എന്നിവ ശേഖരിച്ച് സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്ക്. ഇന്ത്യയിൽ കാണപ്പെടുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവവൈവിധ്യ മേഖലകളിലൊന്നാണ് പശ്ചിമഘട്ടം. ബയോസ്ഫിയർ റിസർവ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് യുനെസ്കോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്, നീലഗിരി താർ.
വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം മുതുമലൈ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ജൈവവൈവിധ്യത്തിൻ്റെ കലവറ പശ്ചിമഘട്ടം. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത്? ഹരിയാന. ബുക്സ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ. ബുക്സ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം കടുവ. ഭിത്താർകണിക എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഒഡീഷ. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനത്തിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം. കേബിൾ ലഞ്ചാവോയിലെ ഒഴുകുന്ന ദ്വീപുകൾക്ക് പറയുന്ന പേര് ഫൂംഡി. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് മൃഗത്തെയാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്നത്? എൽസ് മാനുകൾ അല്ലെങ്കിൽ ഷങ്കായി മാനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം.